മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പലർക്കും നേരിടുന്ന മറ്റൊരു പ്രധാന പ്രശ്നം ഇവിടെയാണ് നമ്മൾ കാണുന്നത്. അത് ഏകാഗ്രത കിട്ടുന്നില്ല എന്നതാണ്. ഏകാഗ്രത കിട്ടുന്നില്ല. എന്തുകൊണ്ട് ഏകാഗ്രത കിട്ടുന്നില്ല? തങ്ങൾക്ക് വേണ്ട പോലെ ശ്രദ്ധ കിട്ടാത്ത സാഹചര്യം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാവുന്നു. പ്രത്യേകിച്ച് അവർ പറയുന്ന കാരണം ശബ്ദാനമയമായ ഒരു അന്തരീക്ഷമാണ് ലോകത്ത്, വണ്ടി പോകുന്നു, കാറ് പോകുന്നു, മറ്റു പ്രയാസങ്ങൾ ഉണ്ടാവുന്നു, ഇതൊക്കെ പറയുന്ന ആളുകളുണ്ട്. പലപ്പോഴും ഞാൻ അത്ഭുതത്തോടുകൂടി കണ്ടിട്ടുണ്ട്, ഒരു ബസ് സ്റ്റോപ്പിന് സൈഡിൽ അരികത്തായി വീടുള്ള ഒരാൾ നന്നായി ഉറങ്ങുന്നുണ്ട്, റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് വീടുള്ള ആളുകൾ നന്നായി ഉറങ്ങുന്നുണ്ട്. പക്ഷേ മെഡിറ്റേഷൻ, ധ്യാനത്തിന് ശ്രമിക്കുമ്പോൾ അതിന് വേണ്ടത്ര ഏകാഗ്രത കിട്ടുന്നില്ല എന്നതാണ് ഒരു വലിയ പരാതി. അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ഫലപ്രദമാകുന്നില്ല എന്ന് പറയാൻ കാരണം അവനവൻ്റെ ശ്രദ്ധയെ വേണ്ടതുപോലെ കൊണ്ടുവരാൻ കഴിയാത്തതാണ്. അപ്പോൾ ഇതിനെന്താ പരിഹാരം എന്ന് ചോദിച്ചാൽ പലരും ചോദിക്കാറുണ്ട്, അതിന് എന്താണ് നമ്മൾ ചെയ്യുക? പരാതികൾ വളരെയേറെ ഉണ്ടാവാറുണ്ട്. ഇവിടെ പ്രാചീന ഭാരതീയ ഋഷിമാർ ചെയ്ത ഒരു കാര്യം, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അവരെന്താ ചെയ്തതെന്ന് വെച്ചാൽ ധ്യാനത്തോടൊപ്പം ഒരു മന്ത്രം ഉച്ചരിക്കുകയാണെങ്കിൽ അത് ഉയർന്ന തോതിലുള്ള ഒരു മാറ്റം വ്യക്തിയിൽ സൃഷ്ടിക്കും എന്നാണ് അവരുടെ അഭിപ്രായം. അതായത് ധ്യാനത്തോടൊപ്പം ഒരു മന്ത്രം ചൊല്ലുക. ആ മന്ത്രം ചൊല്ലുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഒരു വ്യക്തി എന്ന നിലയിൽ ആ മെഡിറ്റേഷനിൽ വലിയ പരിവർത്തനം സൃഷ്ടിക്കാൻ സാധിക്കും. നോക്കൂ, മെഡിറ്റേഷന് ഏകാഗ്രത കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്കുള്ള ഒരു മറുമരുന്ന് കൂടിയാണിത്. അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. മനസ്സിനെ ഒരു പ്രത്യേക ചട്ടക്കൂട്ടിൽ നിർത്തുക എന്നത് എളുപ്പമല്ല എന്ന് ഋഷിമാർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ ഋഷിമാർ ആവശ്യപ്പെടുന്നത്. ഇതിന് ആധുനിക കാലത്ത് വിളിക്കുന്നത് മന്ത്ര ബേസ്ഡ് മെഡിറ്റേഷൻ എന്നാണ്. ജപസഹിത ധ്യാനം എന്ന് വൈദിക ഋഷിമാർ വിളിക്കുന്നു. മന്ത്രം ജപിച്ചെന്ന് പറയുമ്പോൾ ചാൻറ്റ് ചെയ്തുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഏകാഗ്രത 10 മടങ്ങ് വർദ്ധിക്കുന്നു. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.